തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിന് മുകളിലായി ഇരുമ്പിന്റെ പോസ്റ്റ് വെച്ച നിലയിൽ പുലർച്ചെ 4 മണിയോടെയാണ് ട്രാക്കിൽ ഇരുമ്പ് കഷ്ണം കണ്ടത്. പുലർച്ചെ ട്രാക്കിലൂടെ വന്ന ഗുഡ്സ് ട്രെയിൻ ഇരുമ്പ് കഷ്ണം ഇടിച്ച് തെറിപ്പിച്ചു. അട്ടിമറി ശ്രമമാണ് നടന്നതെന്നാണ് നിഗമനം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്യുന്നതാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും നിഗമനത്തിലെത്തിയിട്ടുണ്ടോ? ഹരിത, ഇത് മനഃപൂർവ്വം ചെയ്തത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് ഉള്ളത്. കാരണം ഇത് ഇരുമ്പിന്റെ പോസ്റ്റ് അല്ല വെച്ചിട്ടുള്ളത്, റെയിൽവേ ട്രാക്കിന്റെ കഷ്ണം തന്നെയാണ്. ഈ കഷ്ണം വലിയ ഭാരമുള്ളതാണ്, ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വെക്കാൻ ആകില്ല എന്നാണ് ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. കാരണം 2 പേരിൽ കൂടുതൽ ആളുകൾ ചുരുങ്ങിയത് വേണം ഇത് പൊക്കി ട്രാക്കിൽ കൊണ്ടുവെക്കാനായിട്ട്. അത്തരത്തിൽ മനഃപൂർവ്വം തന്നെയാണ് ഇത് ട്രാക്കിൽ കൊണ്ടുവച്ചതെന്നൊരു കണക്കൂട്ടലിൽ തന്നെയാണ് റെയിൽവേ പോലീസ് ഉള്ളത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് കടക്കാനായി പോകുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് FIR അല്പസമയത്തിനകം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും. തൃശൂർ റെയിൽവേ പോലീസ് തന്നെയാണ് ഇത് അന്വേഷിക്കുക. കാരണം ഇത് തൃശൂർ റെയിൽവേ പോലീസിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ട്രാക്കിന്റെ കഷ്ണം കൊണ്ടുവച്ചത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം തൃശൂർ റെയിൽവേ പോലീസ് തന്നെയാണ് അന്വേഷിക്കുക. എന്തായാലും പുലർച്ചെ 4:50 തിരുവനന്തപുരം ഭാഗത്തേക്ക് കടന്നുപോയ ഗുഡ്സ് ട്രെയിൻ ഈ ട്രാക്കിന്റെ കഷ്ണം തട്ടി തെറിപ്പിക്കുകയായിരുന്നു. കാരണം ഇത് മുഴുവനായി ഈ ട്രാക്കിലേക്ക് കയറ്റി വെച്ചിട്ടില്ല. പകരം ഒരു ട്രാക്കിൽ മാത്രമാണ് ഈ ട്രാക്കിന്റെ കഷ്ണം കൊണ്ടുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് വലിയൊരു അപകടം ഉണ്ടാവാതിരുന്നെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികൾ തൃശൂർ റെയിൽവേ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഹരിത. ശരി, അനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.